ടി പി ചന്ദ്രശേഖരൻ മത്സരിക്കുന്നതിന് മുൻപ് അവിടെ വടകര മണ്ഡലത്തിൽ 2,98,000 വോട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതെങ്കിൽ 2009 ആകുമ്പോഴേക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വോട്ട് വിഹിതം 4,21,000 കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1,12,000 വോട്ടിൻ്റെ വർധനമുണ്ടാകുന്നു. ടി പി ചന്ദ്രശേഖരൻ പിടിച്ചത് എത്ര വോട്ടാ? ടി പി ചന്ദ്രശേഖരൻ പിടിച്ചത് വെറും 21,000 വോട്ടാ. പക്ഷേ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ ചലനം എന്ന് പറയുന്നത് അവിടെയുള്ള ന്യൂട്രൽ വോട്ടുകളെയും അഥവാ ഇടതുപക്ഷത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ലൈറ്റ് ലെഫ്റ്റ് എന്ന് കരുതാവുന്ന വോട്ടുകളെയും ന്യൂട്രൽ വോട്ടുകളെയും കോൺഗ്രസ് പക്ഷത്തേക്ക് എത്തിച്ചു, മുല്ലപ്പള്ളിയുടെ പക്ഷത്തേക്ക് എത്തിച്ചു. തീർച്ചയായും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം ഒരു ഘടകമാണ്. ടി പി ചന്ദ്രശേഖരൻ 21,000-നേക്കാൾ ഞാൻ കണക്ക് കൂട്ടുന്നത് ഒരു 60,000 to 80,000 വോട്ട് ഇപ്പോഴും ജീവിച്ചിരുന്ന ടി പി ചന്ദ്രശേഖരനും മരിച്ചുപോയ ടി പി ചന്ദ്രശേഖരനും വടകരയിലുണ്ട് എന്നാണ്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.